കഅബാലയത്തിന്റെ നാഥനായ അല്ലാഹുവിനോട്, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനോട്, മക്കയിൽ 300 ചില്ലുവാനം വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. എപ്പോഴാ? കുടുങ്ങിയ ഘട്ടത്തിൽ. ഇനിയാ ഞാൻ നിങ്ങളോട് ഇതാ ഗ്രന്ഥപരമായി സംസാരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചരിത്രം ഇബ്നു ജരീർ തബരി തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തിയതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ സംഭവം അതാ നിങ്ങൾക്ക് ഏവർക്കും പോയി നോക്കാം. ബദർ കിസ്സപ്പാട്ടിൽ മലപ്പുറത്തിന്റെ മൊയിൻകുട്ടി വൈദ്യരെഴുതിയ അതാ ആ ബദർ കിസ്സപ്പാട്ടിലും നിങ്ങൾക്ക് കാണാം. ഇനി കുടുങ്ങിയ ഘട്ടത്തിൽ അവരെ ആരെയാ വിളിച്ചിരുന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വഇദാ ഗശിയഹും മൗജുൻ കല്ലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൈദാ ഗശിയഹും മൗജുൻ, അതാ തിരമാല അവരെ ആകെ മൂടിയാൽ. കടലിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ തിരമാലകൾ അവരെ ആകെ മൂടിയാൽ, ഏതുപോലെ കല്ലുലലി അന്ധകാരങ്ങൾ പോലെ മൂടിയാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുക്ക് മാത്രമായി തനിപ്പിച്ചുകൊണ്ടവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. കണ്ടോ? ഈ ആയത്ത് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറയുന്നു, ഇമാം തബരി തന്റെ തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുകയാണ്, വൈദാ ഗശിയ ഹൗലാഇ മൗജുൻ കല്ലുലലി, അന്ധകാരങ്ങൾ പോലെ തിരമാലകൾ അവരെ മൂടിയാൽ, ഫഖാഫുൽ ഗർഖാ, മുങ്ങിച്ചാകുന്നത് അവര് ഭയന്നാൽ, ഫസിഉ ഇലല്ലാഹി ബിദ്ദുആഇ മുഖ്ലിസീന ലഹു ത്വാഅ, അല്ലാഹുക്ക് മാത്രം അനുസരണം നിഷ്കളങ്കമാക്കിയവരായ നിലയിൽ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിലേക്ക് അവർ പേടിച്ചു ചൊല്ലുന്നതാണ്. ലാ യുശ്രികൂന ബിഹി ഹുനാലിക ശൈആ, ആ സന്ദർഭത്തിൽ അവർ അല്ലാഹുവിനോടൊന്നിനെയും പങ്കുചേർക്കുകയില്ല. വലാ യദ്ഊന മഅഹു അഹദൻ സിവാ, അല്ലാഹു അല്ലാത്ത ഒരാളെയും അവനോടൊപ്പം അവർ വിളിക്കില്ല. വലാ യസ്തഗീസൂന ബിഗൈരിഹി, അവനല്ലാത്ത ഒരാളോടും അവർ സഹായം തേടുകയുമില്ല. ആരെക്കുറിച്ചാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ആളുകളെ കുറിച്ചല്ല. അല്ലാഹുവിന് പുറമേ ധാരാളം ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു സഹായം തേടിക്കൊണ്ടിരുന്ന മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ്. അതാ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണമാ പണ്ഡിതന്മാര് പറഞ്ഞത്. ഇനിയും കാണാം ധാരാളം വിശദീകരണങ്ങളിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. ഞാനൊരു കാര്യം കൂടി അതിൽ അനുബന്ധമായി ചേർക്കട്ടെ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അയാളുടെ പ്രിയപുത്രനായ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണവും ഇതുപോലെ ഒരു സന്ദർഭമാണ്. മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ ഇക്രിമ അതാ മക്കയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അതാ കപ്പലിലെ ആളുകൾ ആ സന്ദർഭത്തിൽ അതാ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന അവസ്ഥ വരികയാണ്. ആ സമയത്ത് കപ്പലിലുള്ള ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. ആ ഫഖാല അഹ്ലുസ് സഫീന അഖ്ലിസൂ ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ശൈഅൻ ഹാഹുനാ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന തനിപ്പിക്കൂ, നിഷ്കളങ്കമാക്കൂ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവങ്ങളും ഇവിടെ വെച്ച് ഒന്നും രക്ഷക്കെത്തുകയില്ല. അതുകൊണ്ട് പ്രപഞ്ചനാഥനോട് നിങ്ങൾ തേടിക്കോളൂ.
വാചകം അതാ ഇക്രിമത്ത് ഇബ്നു അബീ ജഹലിന്റെ മസ്തിഷ്കത്തെ തറച്ചു കയറുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലതാ ഇടിപ്പടക്കങ്ങൾ പൊട്ടിക്കുകയാണ്. ഇതിനെതിർത്തുകൊണ്ടാണല്ലോ ഞാനതാ അവിടുന്നോട് രക്ഷപ്പെട്ടത്. ഇല്ല ഇല്ല, റബ്ബിനോട് ദുആ ചെയ്യുന്നു, നാഥാ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാനങ്ങ് മക്കയിൽ ചെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കും റബ്ബേ എന്നാരാ പറഞ്ഞു? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. മുമ്പ് കാഫിറുകളുടെ കൂട്ടത്തിൽ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞ് ഈ കുടുങ്ങിയ ഘട്ടത്തിൽ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച് സഹായം തേടിയിട്ട് രക്ഷപ്പെട്ട് മടങ്ങി വന്ന് റസൂലുള്ളാന്റെ ആ ശറഫാക്കപ്പെട്ട കൈയങ്ങ് മേടിച്ച് ആ കൈയിലേക്ക് തന്റെ കൈയങ്ങ് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിച്ചു അദ്ദേഹം. അപ്പൊ കുടുങ്ങിയ സന്ദർഭത്തിൽ വിളിക്കുക എന്നത് മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം തന്നെയാണ്, അതിൽ സംശയമില്ല. ഇനിയോ അതുപോലെയാണത്രേ മുജാഹിദുകൾ, അതുപോലെയാണത്രേ മുജാഹിദുകൾ. കുടുങ്ങുമ്പോ പഠിച്ചവനെ വിളിക്കും, അല്ലെങ്കിലോ മറ്റു പലരെയും വിളിക്കുന്ന. എന്താ ഈ മുസ്ലിയാക്കന്മാർക്ക് പറ്റിപ്പോയത്? ഞങ്ങൾ പറയുന്നത് മക്കളെ, ഏത് സന്ദർഭത്തിലും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ 1 നൂറ്റാണ്ട് കാലമായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. സഹായം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് തേടേണ്ടുന്ന സഹായത്തേട്ടങ്ങൾ വേറെ സൃഷ്ടികളിൽ ഒരാളോടും പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രഭാഷണ പ്രബോധന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണിത്. ഞങ്ങൾ എങ്ങനെയാ മുശ്രിക്കുകളെ പോലാകുക? അതേ സമയത്ത് നിങ്ങളോ, നിങ്ങൾ മുശ്രിക്കുകളെക്കാൾ കടകെട്ടവരായി പോകുന്നു. മക്ക മുശ്രിക്കുകൾ കുടുങ്ങുന്ന സന്ദർഭത്തിലെങ്കിലും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നുവെങ്കിൽ ആ സമയത്തും നിങ്ങൾ അള്ളാഹനെ വിളിക്കണ്ട എന്ന് പറയുന്നവരാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാനൊരു വലിയന്റെ കഥ പറഞ്ഞല്ലോ. ആ വലിയന്റെ കഥയിൽ എന്താ ഉള്ളത്? കടലിൽ പോയി കുടുങ്ങിയാൽ ആരെ വിളിക്കണം? നേരെ ശൈഖിനെ വിളിച്ചോളൂ, അദ്ദേഹം നിങ്ങൾക്ക് വഴി കാട്ടിത്തരും. മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും നിങ്ങൾ മദീനയിലേക്ക് തിരിഞ്ഞോളൂ, റസൂലുള്ളാഹിനോട് തേടിക്കോളൂ, അങ്ങനെ പലരോടും തേടിക്കോളൂ എന്നാ. ചില ആളുകളെ തൊട്ടടുത്തുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് പോവാം. അതാരാ? ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ 2 സമസ്തക്കാരും ഒരു കേന്ദ്രത്തെ പ്രത്യേകം കാണുന്നു, CM മടവൂർ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തന്നെ എന്താ? അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വരെയും ചാർത്തിക്കൊടുക്കുകയാണ് അവർ, അല്ലെ? ആലത്തിനൊളി മിന്നും കതിരുകത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആശിക്കുകൾ കരം നീട്ടി കരുണക്കായിരിക്കുന്നു സയ്യിദി CM കുത്തുബോരേ. CM മടവൂരിനെ കുറിച്ച് പറയുകയാണ്, ആലത്തിനൊളി മിന്നും കതിരുകത്തി തെളിഞ്ഞുള്ള സുൽത്താനുൽ ആരിഫായ നൂറേ ശൈഖേ, ആശിക്കുകൾ കരം നീട്ടി കരുണക്കായിരിക്കുകയാണ്. ആശിക്കുകൾ എന്ന് വെച്ചാൽ അങ്ങയെ പ്രേമിക്കുന്ന ആളുകൾ അങ്ങയുടെ കരുണക്ക് വേണ്ടി തേടുകയാണ്. അഹദിന്റെ അമറെല്ലാം മുറ പോലെ നടത്തിയ, അള്ളാഹുവിന്റെ കൽപ്പനയെല്ലാം കൃത്യമായി പുലർത്തിയ ആളാണ് ആര്? CM മടവൂർ എന്നാണ് പിന്നെ പറയുന്നത്. ഓരോ വിഷയത്തിലും നിങ്ങൾക്കറിയോ, CM മടവൂർ എന്ന വലിയ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയെല്ലാം കൃത്യമായി മുറ പോലെ നടത്തിയ ആളാണെന്ന. ഇല്ലേ ഇല്ല, ഞാനത് വെറുതെ പറയില്ല. അദ്ദേഹം നിസ്കരിക്കാറില്ല, അതേ നിസ്കാരം ഉപേക്ഷിച്ച ആളായിരുന്നു എന്നിവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഹറാമാക്കിയ സ്വർണമോതിരം ഉപയോഗിച്ചിരുന്ന ആളാണ്. ഇനി മാത്രമോ ഉമ്മയോടും ഭാര്യയോടും കടമ വീട്ടാത്തയാളാണ്. ഉമ്മയോടും മുണ്ടുകയില്ലായിരുന്നത്രേ അദ്ദേഹം, മിണ്ടാതിരുന്നു എന്ന് CM മടവൂർ എന്ന പുസ്തകത്തിൽ എഴുതുകയാണ്. എന്താ എഴുതിയത്? അദ്ദേഹം
പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും, ഉമ്മാനോടും മുണ്ടൂല, ഭാര്യയ്ക്ക് വേണ്ടിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കൂല. ആ സമയത്ത് ഒരു ദിവസം അതാ ആമിനത്താത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെങ്ങളുണ്ട്. ആ പെങ്ങള് വന്നിട്ട് വിളിക്കാനല്ല, അബൂബക്കറേ ഇങ്ങനൊക്കെ ചെയ്താലേ സ്വർഗത്തിൽ പോകൂ, ദീനാണെന്ന എന്റെ വിചാരം എന്ന് ചോദിക്കാൻ. മുപ്പരത് മുണ്ടിയില്ല. എന്നിട്ട് പിന്നെ മുപ്പത്തിയാറ് ചോദിക്കാണ്, അല്ല മോനെ അനക്കൊരു കെട്ടിയോളില്ലേ, അതിന് എണ്ണയും സോപ്പും ഒക്കെ വേണ്ടേ, ഇതെന്തങ്ങനെ എന്ന് CM മടവൂരിനോട് അദ്ദേഹത്തിന്റെ പെങ്ങള് ചോദിക്കാണ്. ചോദിക്കുമ്പോ ദേഷ്യം കൊണ്ട് അതാ CM വലി എന്ന് വിളിക്കപ്പെടുന്നയാള് അവിടത്തെ മുത്തഅല്ലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്നിട്ട് ഉടൻ തന്നെ എഴുതി വെച്ചു, ഞാൻ ഭാര്യയെ തലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിൽ എഴുതി. കണ്ടോ, അഹദിന്റെ അമറല്ല മുറ പോലെ നടത്തിയ ആളാണോ ശൈഖ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിക്ക് ആലോചിക്കണം. അള്ളാഹുവിനോട് മാത്രം സഹായം തേടണമെന്ന് പറഞ്ഞപ്പോ അതാ എല്ലാ സന്ദർഭങ്ങളിലും CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തപിക്കുന്ന ഹൃദയത്തോടെ നാഥന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തേണ്ടുന്ന മുസ്ലിമതാ മറ്റു പലരിലേക്കും ചേക്കേറുകയാണ്. എന്നിട്ട് മുജാഹിദുകൾക്കാണത്രേ ആ വിശ്വാസം എന്നാ ചില ആളുകൾ വിശദീകരിക്കുന്നത്. ഇനിയോ ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, മക്കാ മുശ്രിക്കുകൾ ആ സമയത്തെങ്കിലും, ഇവരുടെ വിശ്വാസോ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളുകൾ, ഇവിടെ മുജാഹിദുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അവരുടെ നേതാക്കന്മാർക്ക് അള്ളാഹുള്ള വിശ്വാസം എന്താ? അള്ള ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നല്ലാതെ, അള്ള ഒരു പ്രൈവറ്റ് സെക്രട്ടറി. ആരുടെ? യാത്രക്കാരന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഏത് യാത്രക്കാരൻ? കേരള യാത്രക്കാരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണത്രേ അള്ള. കേട്ടോളൂ. ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചതെന്താണ്? CD-യിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ജീവിക്കുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. വളരെ വ്യക്തമായി എവിടുക്കാണ് ഇവരെ പോക്ക്? ഈ മുസ്ലിം സമൂഹത്തിന് ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണ് പറയണത്. ഇത് വളരെ ഗൗരവമല്ല. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ളവരെ വിശ്വാസം എന്താ? എവിടെ എത്തി വിശ്വാസം? ഓ മുഅ്മിനീങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾക്ക് അതാ മുജാഹിദുകളുമായിട്ടാണ് യോജിപ്പെന്ന് പറഞ്ഞുകൊണ്ട് അതാ ജനങ്ങൾ കുടുങ്ങുന്ന സമയത്തെങ്കിൽ റബ്ബിനെ ഒന്ന് വിളിച്ചോട്ടെ, ആ അവകാശം പോലും കൊടുക്കുന്നില്ല. പിന്നെയോ അള്ളാഹു അറിയാതെ ഭൂമി ലോകത്തൊന്നും പ്രപഞ്ചത്തിൽ ഒന്നും നടക്കൂല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് വന്നിട്ട് പറയാണ്, മുഅ്മിനീങ്ങളെ എങ്ങളെ വിശ്വാസമൊക്കെ തെറ്റട്ടോ, അള്ളാഹു അറിയാതെ എന്നല്ല പറയേണ്ടത്, കാന്തപുരം അറിയാതെ അള്ളാഹു നടത്തൂല എന്നാ പറയേണ്ടത്. ആലോചിച്ചോക്ക് വിശ്വാസത്തിന്റെ തോത്. എന്നിട്ട് മുജാഹിദുകൾക്ക് വിശ്വാസം ഇല്ലാന്നോ? മക്കാ മുശ്രിക്കുകളെ പോലത്തെ വിശ്വാസമാണ് ഞങ്ങൾക്കൊന്നല്ലേ? എന്നാ നിങ്ങൾക്കറിയുമോ മക്കാ മുശ്രിക്കുകളെ വിശ്വാസം എന്താ? മയ്യുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ, ചിട്ടപ്പെടുത്തുന്നവൻ ആരാണ് എന്നതാ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരതാ പറയുകയാണ്, അല്ലാഹു ആണെന്നാണ് അവര് പറയുന്നത്. അല്ലാഹു ആണെന്നവര് പറയും. പക്ഷേ കേരളത്തിലെ ആളുകൾ പറയും, ആരാ അല്ല നിയന്ത്രിക്കുന്നത്? കാന്തപുരം. ചെയ്യുന്നാരാ? അല്ലാഹു. അപ്പൊ അല്ലാഹു എവിടെയാ? അല്ലാഹു കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി.
കണ്ടോ നിങ്ങൾ? എവിടെ എത്തി സമുദായം? എവിടെ എത്തി സമുദായം? ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനി അടുത്തതെന്താ? മക്ക മുശ്രിക്കുകളും കേരളത്തിലെ മുജാഹിദുകളും തമ്മിൽ യോജിപ്പുള്ള മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, കേട്ടോളൂ. മൂന്നാമത്, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും എന്നാണ് ഇവിടെ മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതുകൊണ്ടാണല്ലോ ആരാണ് ദ്രവിച്ചുപോയ എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് ചോദിക്കുകയുണ്ടായി. ദ്രവിച്ചുപോയ എല്ലുകളെ ജീവിപ്പിക്കൽ ആരാണ് എന്ന് അവരാണ് ചോദിച്ചത്. കാരണം മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്ന ഈ മരിച്ചുപോയവരെ വിളിക്കാൻ പാടില്ല, അവരുടെ അടുക്കൽ പോകാൻ പാടില്ല, അവരെ സന്ദർശിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയാൻ പാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള അവർ കേൾക്കൂല, അവർ കാണൂല, അവരറിയൂല തുടങ്ങിയ വാദങ്ങൾ മക്ക മുശ്രിക്കുകളുടെ വാദങ്ങളുമായി അതിന് ബന്ധമുണ്ട്. അതിന് ബന്ധമില്ല. നിങ്ങൾ എത്ര ബന്ധമുണ്ടാക്കാൻ നോക്കിയാലും അതിന് ബന്ധമില്ല. മക്കയിലെ ഒരു വിഭാഗം ആളുകളെ വിശ്വാസമാണ് പറഞ്ഞത്. അവർ പറയുന്നു മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ജീവിതമില്ല എന്ന് ചില ആളുകൾ വിശ്വസിച്ചു. അതിനെതിരെ ശക്തമായും ഖുർആൻ എടുത്തുദ്ധരിച്ചു. എന്നാൽ മുജാഹിദുകൾ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് തന്നെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കണേ. പക്ഷെ നിങ്ങൾക്കിപ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് പ്രവർത്തിച്ചോണോ നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ? നിങ്ങളെ കൂട്ടത്തിൽ ആളുകൾ വിശ്വസിക്കണതിന് എന്താ? അവര് പറഞ്ഞിരുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്, ഇനി അഥവാ ഒരു പരലോകം കൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല. എന്താ കാര്യം? ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അതെ ഞങ്ങളെ ദൈവങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരാണ്. അപ്പൊ നോ പ്രോബ്ലം, അവരെ ഏറ്റെടുത്തോളും, കൊണ്ടുപോയിക്കോളും. ഇതുപോലെ നിങ്ങളെ വിശ്വാസം. നിങ്ങളെന്താ പറയാ? ത്വരീഖത്തുകാരൊക്കെ വിശ്വസിച്ചിരിക്കാൻ. എന്താ? മുഹീദ്ദീൻ ശൈഖിന്റെ ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്തുകാർ പറയും ഞങ്ങൾ ഒറ്റ ഒരെണ്ണം പോലും നരകത്തിൽ പോവില്ല. എന്താ കാര്യം? അവര് പറയാണ്, അതെ നിന്റെ മോരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നിന്റെ മുരീദന്മാർ ഒരാളും നരകത്തിലില്ലട്ടോ എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞു. ഞാൻ പറയുന്ന രണ്ട് നിലക്കത് നുണയാണ്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സമ്പ്രദായങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. രണ്ടാമത്തത്, ഒരു മലക്ക് ഡയറക്റ്റ് ഒരാളോട് പറയണമെങ്കിൽ അയാൾ ഒന്നെങ്കിൽ പ്രവാചകനാവണം, അല്ലെങ്കിൽ മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടണം. രണ്ടല്ലാതെ മൂന്നാമതൊരു തരത്തിൽ പറ്റൂല. അതൊക്കെ ഇൽഹാമൊന്നും നിലക്കും മറ്റതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങളെ വാദ. അതിനൊന്നും പ്രമാണമില്ല. അതൊക്കെ സാധാരണ വർത്താനം പറഞ്ഞു പോകാന്നല്ലാതെ പ്രമാണബദ്ധമായി തെളിയിക്കാൻ കഴിയില്ല. സദഖത്തുല്ലാഹിൽ കാഹിരിയത്ത് മീകായിൽ അലൈഹിസ്സലാം വന്നു എന്നും മഴ മേടിച്ചു വെച്ചു എന്നൊക്കെ അവർ പറയാറുണ്ട്. ഇതൊന്നും പ്രമാണമല്ല, വെറും വർത്താനം, തൊള്ളബടായി. അതേ സമയത്ത് വേണ്ടതോ മറിയം ബീവി അലൈഹിസ്സലാം, അവരുടെ അടുത്ത് മലക്ക് വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. അത് ഖുർആൻ സാക്ഷിയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് മലക്ക് വന്നിട്ടുണ്ട്, മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ള മലക്കിനെ 2 പ്രാവശ്യം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വീട്ടിൽ മലക്കുകൾ വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. അതാ ലൂത്ത് നബിയുടെ വീട്ടിൽ മലക്കുകൾ വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. അതൊക്കെ പ്രമാണബദ്ധമായി തെളിയിക്കപ്പെട്ടതാണ്. എന്ന് ഞങ്ങൾ പറഞ്ഞതോ പ്രമാണബദ്ധമായി തെളിയിച്ചിട്ടില്ല, നിങ്ങളെ തൊള്ളപടായി മാത്രമാണ്. അവിടെയാ വേണ്ടത്. എന്നിട്ട് എന്താ? നമ്മളൊക്കെ സ്വർഗത്തിൽ. അപ്പൊ നാളെ മഹ്ശർ രംഗം ആലോചിച്ച് നോക്ക് നിങ്ങള്. ദിഫായി ശൈഖിന്റെ കൂട്ടുകാർ പേടിക്കണ്ടില്ല. എന്താ കാര്യം? അദ്ദേഹം ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്ന സമയത്ത് തന്നെ സ്വർഗം നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? അദ്ദേഹം പ്രസവിക്കാൻ നേരത്ത് റബ്ബിനോട് പറയാൻ, സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാലിറങ്ങാം ഞാനെന്നോവര്. അവർക്കന്ന് 4 ശോവർക്കം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവര്. എന്താ? മൂപ്പര് ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് പഠിച്ചതിനായിട്ടൊരു പ്രശ്ന, ഞാൻ ഇറങ്ങാം, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? 4 സ്വർഗം തരണം, 4 തരണം, എന്നാ ഞാൻ ഇറങ്ങാം. പാടച്ചോൻ കുടുങ്ങിയില്ലേ? എന്താ ചെയ്യാ?
ഇവരുടെ മുന്നിൽ പടച്ചോനെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞ വാചകം കേട്ടില്ലേ? ഇവരെ മുന്നിൽ പടച്ചോനെന്ന് പറഞ്ഞാൽ ഇവരുടെ കളിപ്പാവല്ലേ, തട്ടിക്കളിക്കാം. ഇവര് പറഞ്ഞനുസരിച്ച് പേടിച്ച് ചെയ്യുന്ന ആളാണെന്നാ. പടച്ചോ സ്വർഗം കൊടുത്തു. പക്ഷെ മൂപ്പരെന്താ കാട്ടിയത്? കുറച്ചുകൂടെ മാനങ്ങോട്ട് പാടിയും എല്ലാരും ഇങ്ങനെ വിചാരിച്ചിരിക്കും, 4 സ്വർഗം നമുക്ക് ഉണ്ട് കേട്ടോന്ന്. അങ്ങനെ വിചാരിച്ചിങ്ങനെ മാല മാടി വരുമ്പോ കാണാം, അപ്പുറത്ത് കാണാം ഇസ്മായിൽ എന്നോർക്കൊരു തോപ്പുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് 4 സ്വർഗവും തീരെഴുതി കൊടുത്തു. കരിഞ്ചന്തക്ക് വിറ്റു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്താ വിറ്റത്? സ്വർഗാണത്രേ. അവസാനം അതും വിറ്റൊന്നു. എന്നാലും ഓൽക്കൊരു പൂതിയുണ്ട്, 4 കിട്ടിയിട്ടുണ്ടല്ലോ, എവിടെങ്കിലുമൊക്കെ ഒന്ന് കയറാൻ പറ്റും. അതുകൊണ്ട് റിഫായി ശൈഖിന്റെ കുടുംബ ആളുകളും പേടിക്കണ്ട, അവർക്കും സ്വർഗം. നാളെ മഹ്ശറിന്റെ ഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റബ്ബിന്റെ അടുത്തേക്ക് വരാൻ കൂട്ടം എല്ലാവരെയും അവരവരുടെ ഇമാമുകളെ കൊണ്ട് വിളിക്കപ്പെടുന്നതാണ് ഖുർആൻ. ഇവര് പറയാണ് ഓരോ ഇമാമുകളുടെ പേര് വിളിക്കപ്പെടും. അപ്പോഴതാ ഓരോരുത്തരും ഓരോ ഇമാമുകളുടെ പേര് വരും. അപ്പൊ ഒരു ടീം വരുന്നുണ്ട്, ഞങ്ങൾ ഖദരിയ തരീഖത്തിന്റെ ആളുകൾ, ശരി പോയിക്കോളൂ, നേരെ സ്വർഗത്തിലേക്ക്. രണ്ടാമത്തെ വേറൊരു കൂട്ടർ വരുന്നു, ആരാണ്? നിങ്ങള് നമ്മൾ റിഫായി ശൈഖിന്റെ ആളുകളാണ്, ശരി പോയിക്കോളൂ. മൂന്നാമത്തത് വരുന്നു, ഞങ്ങൾ സുഹ്റവർദിയുടെ ആളുകളാണ്, ഞങ്ങൾ ജിഫ്തിയുടെ ആളുകളാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ പോയി. അവസാനം കുറെ ആളുകൾ വരുന്നുണ്ട്. നിങ്ങളാരാ? നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്ത് അംഗീകരിച്ചു. മുഹമ്മദ് നബിയുടെ തരീഖത്ത് നിങ്ങളാ എന്ന് ഓടിച്ചു വിടുവത്രേ നമ്മളെ. എന്താ കാര്യം? തരീഖത്തില്ലാത്ത, ആ വിഷയം അംഗീകരിക്കാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിച്ചു വിടുന്ന അവര് പറയില്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് എവിടെ പരലോകത്തിൽ വിശ്വാസം? പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. എന്താ കാര്യം? പരലോകത്തിൽ രക്ഷപ്പെടുന്നല്ലേ നിങ്ങളെ വിചാരം? എങ്ങനെ? ഒരു കുഴപ്പമില്ല. എന്തിന് പരലോകം മക്കളെ? ബർസഖൻ ഉണ്ടോ നിങ്ങൾക്ക്? ബർസഖൻ ഉണ്ടോ? ബർസഖിലെത്തിയാൽ അവിടെ ഖബറിൽ ഒന്നാമത്തത് ഖബർ. ആ ഖബറിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് കരഞ്ഞിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനതാ ഖബർ കണ്ടാൽ കണ്ണിന്ന് കണ്ണുനീര് വരും, കരയും. ചോദിച്ചു എന്താണ്? അതേ ഖബർ പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പേടിച്ചിരുന്നു. ഇവർക്കോ ഒരു പേടിയില്ല. എന്താ കാര്യം? ഒരു വിരുദിനെ കൊണ്ട് ഖബറടക്കി. എത്ര? ആരാ? മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിനെ കൊണ്ട് ഖബറടക്കി. അങ്ങനെ മുങ്കർ നക്കീർ അലൈഹിം സ്വലാത്തു വസ്സലാം രണ്ടാളും വന്ന് ചോദ്യം ചോദിക്കാൻ വന്നു നിന്നു. എന്താ പറഞ്ഞത്? വന്ന് മുങ്കർ നക്കീർ ഇസ്ലാം വന്നു നിന്നു. ചോദ്യം ചോദിക്കാൻ വന്നു. ചോദ്യം ചെയ്താരേ മുഹീദ്ദീൻ ശൈഖെന്ന് ശരിയായിട്ടുത്തരം ചെയ്തിടയെന്നോവർ കനറുകൾ രണ്ടും താജബായല്ലാട് തേടിയതെന്തോരാതിർപ്പം പെരിയോനെ. എന്താ? മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ് മരിച്ച് മുങ്കർ നക്കീറും വന്ന് ഇങ്ങനെ ഖബർ വന്ന് ചോദ്യം ചോദിക്കാൻ, മൻ റബ്ബുക? മുഹീദ്ദീൻ. ഉത്തരം ഉഷാറാ. വമൻ നബിയുക? മുഹീദ്ദീൻ. ഇവരുണ്ടാൾ അത്ഭുതപ്പെട്ടു. ഇവരുടെ ഡ്യൂട്ടിക്കടയിൽ ആദ്യത്തെ സംഭവം ഇങ്ങനെ ഇതുവരെ ഒരാൾ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ അള്ളാഹ് മറുപടി, ഇല്ലെങ്കിൽ റസൂൽ പറഞ്ഞ അങ്ങനെയാണല്ലോ, മനുഷ്യന്മാർ അങ്ങനെയായിരിക്കുന്ന 2 വിഭാഗം. ഇതാ മൂന്നാമത്തെ വിഭാഗം മുഹീദ്ദീൻ എന്ന് പറഞ്ഞു. ഒരു ഇതിൽ കാണാം, അപ്പൊ തന്നെ എന്ത് ചെയ്തു? മലക്കുകൾ വടിയെടുത്ത് അടിക്കാൻ ഓങ്ങുമ്പോഴേക്ക് വടി കാണാനില്ല. അത്ഭുതപ്പെട്ടു. ഇതെന്താ പഠിച്ചോ നിസ്ബത്? അങ്ങനെ നേരെ റബ്ബിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ എന്താ? അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു, പഠിച്ചോനെ വടി പോയിട്ടുണ്ട്. ശരി, നിങ്ങള് അയാളെ അടിച്ചോ? അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങിയതാ, വടി കാണുന്നില്ല. ശരിതാ, അർഷിന്റെ ചുവട്ടിൽ ഒരാളിരിപ്പണ്ട്, മൂപ്പരുടെ മാപ്പ് പറഞ്ഞിട്ട് മേടിച്ചോളി. അങ്ങനെ 2 മലക്കുകളും കൂടി ചെല്ലുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് അർഷിന്റെ കാലം വെച്ചായിരിക്കാൻ. ചെറിയ സ്ഥലത്ത് നൂലിരിക്കൂല, വലിയ വല്ല സ്ഥലം, അർഷി, ലൗഹുൽ മഹ്ഫൂദ്, അങ്ങനെ സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഇരിക്കണ സമയത്ത് മലക്കുകൾ ഇങ്ങനെ എന്നിട്ട്, എന്താണോ? പിന്നെ ആ വടി നമുക്ക് വേണമായിരുന്നു. വടിയാ? മേലാൽ എന്റെ മുരീദന്മാരെ പേടിപ്പെടുത്തരുത്. ഇല്ലേ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ശരി, എന്നാ കൊണ്ടുപോയിക്കോ. അങ്ങനെ വടി കൊടുത്തുന്നേ. എന്താ? എന്റെ മുരീദന്മാരെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ. മുരീദന്മാരെ കാണാം. നീ ആരും മെക്കിട്ടേറാൻ പറഞ്ഞോ, എന്റെ കയ്യിലുണ്ട് കൃത്യമായ പ്രൂഫ്. അത് പഴയ മുഹീദ്ദീൻമാലെ അല്ല, പുതിയ മുഹീദ്ദീൻമാലെയാണ്. പക്ഷെ ഒരൊറ്റ മുസ്ലിയാക്കന്മാർക്കും എതിർക്കാൻ പറ്റൂല.
വിത്ത് വോദർ. മഖ്ദൂമും പൊന്നാനിയും എന്ന ഈ പുസ്തകം ഹുസൈൻ രണ്ടത്താണി എഴുതിയ ഈ പുസ്തകത്തിൽ അതേ ഏതാ പൊന്നാനി ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി പുറത്തിറക്കുന്ന പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിൽ പുതിയ മുഹയ്യദ്ദീൻ മാല 100% ശരിയാണ്, അത് ഓദറുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? അപ്പോ പടച്ചവനോട് വന്നിട്ട് ചോദിക്കണം, അള്ളാഹു ഇതെന്താ അത്ഭുതം? അപ്പൊ ഉടനെ പടച്ചവൻ പറയാണെന്ത്? പിരിശമ്യൻ ഗൗസീനെ വെച്ചാലോൻ ചെയ്തേ പാപം പോറുത്തല്ല എന്ന് പറഞ്ഞോവര്. എന്റെ ഗൗസിനെ പിരിശം വെച്ചല്ലേ അവൻ, അതുകൊണ്ട് ഞാൻ അവന്റെ വല്ല പാപങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നാ പിന്നെ പേടിക്കണോ? മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പിരിശം വെച്ചാ പിന്നെ ബർസഖും പേടിക്കണ്ട. ഇപ്പൊ ആരാ മക്കളെ നിങ്ങളാ പറഞ്ഞ റൂട്ടിലുള്ളത്? നിങ്ങളോ ഞങ്ങളോ? റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഭയപ്പെട്ടിരുന്നു, ഖബറിനെ കണ്ടാൽ പേടിച്ചിരുന്നു, പരലോകത്ത് നിൽക്കേണ്ടതിനെ കുറിച്ച് ഭയപ്പെട്ടിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കോ നിസ്കരിക്കാൻ വേണ്ട, നോമ്പെടുക്കാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. വർഷത്തിലൊരിക്കൽ നബിദിനാഘോഷത്തിൽ പങ്കെടുത്താൽ അവൻ സ്വർഗത്തിലെത്തി എന്ന് വിശ്വസിക്കുന്ന ഖൗമിന് പിന്നെ എന്ത് പരലോകം? ഞാൻ ആലോചിച്ച് നോക്ക്. എന്നിട്ടോ മരിച്ചാൽ അതോടെ എല്ലാം അവസാനിക്കും എന്ന വിശ്വാസം മുജാഹിദുകൾക്ക് ഇല്ല. മരണപ്പെടുന്നതോട് കൂടിയാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് മോനെ ജീവിതത്തിന്റെ തുടക്കം. കാരണം ഈ ജീവിതം ചെറുതാണെങ്കിൽ അഅ്മാറുമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ പ്രായം അതിര് കടന്നു പോകുന്ന ആളുകൾ വളരെ കുറവാണെന്നും റസൂലുള്ള പറയുകയാണ്. എന്നാലോ പരലോക ജീവിതമാവട്ടെ ശാശ്വതമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ഐഹികത്തെ തിരഞ്ഞെടുക്കുന്നു, പരലോകമാവട്ടെ അത് ഉത്തമമാണ് എന്നൊന്നും ശേഷിക്കുന്നതാണ്. അപ്പൊ പരലോക ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ശാശ്വതമായതും അതാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. എന്നിട്ട് എന്താ പറഞ്ഞ? മക്ക മുശ്രിക്കുകളെ പോലെ ഇവർക്കും പരലോകത്തിൽ വിശ്വാസമില്ല, മരിച്ചു കഴിഞ്ഞാൽ അതോടെല്ലാം കഴിഞ്ഞു. പിന്നെന്താ മൂപ്പര് ഇടക്ക് പറഞ്ഞത്? ഓരോട് ചോദിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഉണ്ടാക്കിയ വാദല്ല, അത് അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും ബോധ്യപ്പെടുത്തിയതാണ്. മാത്രമല്ല ലോകത്ത് തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചതാണ്. കഴിഞ്ഞില്ല. പിന്നെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല, അവരെ സന്ദർശിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. ഇപ്പൊ നിങ്ങളത് സന്ദർശിച്ചോളൂ. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണസ്മരണയുണ്ടാക്കുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് ചെയ്യണമെന്ന് മുജാഹിദുകൾ പറയുന്നു. പക്ഷേ നാടുനീളെ കാണുന്ന എല്ലാ ജാറങ്ങളിലേക്കും പോകുന്ന സിയാറത്ത് എന്ന ബിദ്അത്ത് ടൂർ അത് പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അതെന്തുകൊണ്ടാ? അതും റസൂലുള്ള പഠിപ്പിച്ചത് കൊണ്ട് തന്നെ. ഇനി അടുത്തൊരു വാദമുണ്ട്. മുജാഹിദുകളും മക്ക മുശ്രിക്കുകളും തമ്മിലുള്ള ഐക്യത്തിന്റെ അല്ലെങ്കിൽ യോജിപ്പിന്റെ ഒരു കാര്യം അടുത്ത് നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം പറയുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായി അവിടുത്തെ പരിഹസിക്കുക, അവിടുത്തെ കുറ്റം പറയുക, ഇങ്ങനെ ഒരു സ്വഭാവം മക്ക മുശ്രിക്കുണ്ടല്ലോ. ഏത് മുശ്രിക്കുന്നുണ്ടായിരുന്നു? വന്നവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ എന്ന്. അത് മക്ക മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, എല്ലാ മുശ്രിക്കുകളുടെയും സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. മക്ക മുശ്രിക്കുകൾക്ക് എന്നല്ല, ലോകത്ത് വന്ന പ്രവാചക വിരോധികൾ മുഴുവനും പ്രവാചകന്മാർ മലക്കുകളാവണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. സാധാരണ എന്നല്ല. ഇതെന്താ ഒരു മനുഷ്യൻ? അവർ ചോദിച്ചതാണ്, മാലി ഹാദർ റസൂൽ യഅകുലു തആമ യംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് പ്രവാചകൻ?
അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രവാചകനായാൽ അങ്ങനെ പറ്റൂല, മലക്കാവണം എന്ന് വിശ്വസിച്ചിരുന്നു അവർ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞത്, ഭൂമിയിലൂടെ അരിച്ചു നടക്കുന്നവർ ജിന്നുകളോ മലക്കുകളോ ആയിരുന്നെങ്കിൽ, ഒരു മലക്കിനെ പ്രവാചകനായി ഞാൻ നിയോഗിക്കുമായിരുന്നു എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യനാണെന്ന് മുജാഹിദുകൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഞങ്ങളങ്ങ് അങ്ങനെ വിശ്വാസമില്ല മക്കളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് റസൂലുള്ള മനുഷ്യനാണ്. നമ്മെ പോലെ മജ്ജയുള്ള, മാംസമുള്ള, വികാരമുള്ള, വിചാരമുള്ള, ദുഃഖമുള്ള, സന്തോഷമുള്ള, ഭൗതിക ലോകത്തിന്റെ എല്ലാ വിഷയങ്ങളുണ്ടോ അതൊക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യനായിരുന്നു റസൂൽ എന്നാണ്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നെപ്പോലത്തെ മനുഷ്യനാണ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെപ്പോലെ 2 കണ്ണുണ്ട്, എന്നെപ്പോലെ തന്നെ 2 കയ്യേ റസൂലുള്ളാഹ്ക്കുള്ളൂ, 2 കാലേ ഉള്ളൂ, ഒരു ഹൃദയമേ ഉള്ളൂ ഒക്കെയാണ് അർത്ഥം. അല്ലാതെ ഞാനെന്ന വ്യക്തിയെ പോലെയാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ഒരു മുജാഹിദും പറയില്ല. പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഞങ്ങളെ വിശ്വാസം കേട്ടോ, ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് ഔട്ടായി പോകും കേട്ടോ. ഇതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില വാദഗതികളെ ഞങ്ങളുമായി തട്ടിക്കുകയാണ്. കേട്ടോളൂ, ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല. സംഗതി പറ്റിയാലോ? മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പോലത്തെ ഒരു വിശ്വാസം മുജാഹിദുകൾക്കില്ല. മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്നല്ല വിശ്വസിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. എന്താ, ഒരു മലക്കാവണ്ടേ പ്രവാചകൻ? ഇങ്ങനെ നമ്മളെപ്പോലൊരു മനുഷ്യനാവാൻ പറ്റുമോ എന്നാണ് അവര് ചോദിച്ചത്. അപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാട് വേണ്ട, ആശയം കൃത്യമായി പറയുകയല്ലേ വേണ്ടത്. അത് സാധിക്കാതെ വരുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് ചാരിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല കേട്ടോ. ഇനി ഞാൻ പെട്ടെന്ന് പറയാം. അടുത്തെന്താ? മുജാഹിദുകളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിലുള്ള യോജിപ്പ്. അതെന്താ? അടുത്ത കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂലിന് പരമ്പരയില്ല എന്ന് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്. തങ്ങന്മാരെന്ന് പറയുന്ന ഒരു വർഗം തന്നെ ഇല്ല, ഒരു വിഭാഗം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പരമ്പരയില്ലാന്ന്. ഇത് മക്കാ മുശ്രിക്ക് പറഞ്ഞതാ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, അങ്ങയെ കുറിച്ച് കുറ്റം പറയുന്ന അവനാണ് പരമ്പരയില്ലാത്തവൻ എന്ന് അതിന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറുപടി പറഞ്ഞു. പരമ്പരയില്ലാത്തവൻ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവൻ ആരാകുന്നു? അത് മക്കാ മുശ്രിക്കാകുന്നു. എന്തിനാ പറഞ്ഞത്? തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിന് അപ്രമാദിത്വം കൽപ്പിച്ചു കൊണ്ടു നടക്കുന്നു ഇവർ. ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു അപ്രമാദിത്വം ഇസ്ലാമിലില്ല. റസൂലുള്ളാഹിക്ക് നേർക്കുനേരെ പരമ്പരയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന വാചകമാണ്, വിഷയമാണ്. പക്ഷെ റസൂലുള്ളാഹിക്ക് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള തന്നെ പഠിപ്പിച്ചൊരു വിഭാഗമുണ്ട്. പക്ഷെ അവർക്ക് അപ്രമാദിത്വമില്ല. കാരണം ഇസ്ലാമിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. റസൂൽ പറയുന്നത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ് കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. അറബിക്ക് അനറബിയെക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ യാതൊരു ശ്രേഷ്ഠതയും ഇസ്ലാമിലില്ല. പിന്നെ ഇസ്ലാമിലുള്ള ശ്രേഷ്ഠത എന്ന് മാത്രം അള്ളാഹുവിൽ സൂക്ഷിച്ചു ജീവിക്കുക എന്നതിൽ മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ വിഷയം, സ്വർഗം എന്നെ അനുസരിച്ചവനാണ്, ആ അനുസരിച്ചവൻ നീഗ്രോ അടിമയാണെങ്കിലും ശരി. നരകം എന്നോട് എതിര് പ്രവർത്തിക്കുന്നവർക്കാണ്, അതെന്റെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി.
കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോ ഒരു വിഭാഗത്തിന് അപ്രമാദിത്വമില്ല. പിന്നെ തങ്ങന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം കൽപ്പിച്ചത് ഷീഇകളാണ് ലോകത്ത്. ആ ഷിയാക്കളുടെ സമ്പ്രദായം നടപ്പിൽ വരുത്താൻ ശ്രമിച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, വേണ്ട, അത്തരമൊരു പരിപാടിയില്ല. ഇവിടെ തഖ്വയ്ക്കാണ് സ്ഥാനം, ദീനിയായ ചിട്ടയ്ക്കാണ് സ്ഥാനം, അതാണ് സ്ഥാനം വകവെച്ചു കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ തങ്ങന്മാർക്കെതിരൊന്നും അല്ലട്ടോ, നീ അഥവാ പരമ്പര പറഞ്ഞു തങ്ങന്മാർക്കെതിരല്ല. ഇത്രയും നാൾ വരെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫത്വ ബോർഡ് മെമ്പറായിരുന്ന SM ഐദീദ് തങ്ങൾ തങ്ങന്മാരുടെ ഫാമിലിയിൽപ്പെട്ടയാളാണ്. ISMന്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ആയിരുന്നു. അങ്ങനെ തങ്ങന്മാരുടെ ഫാമിലിയൊക്കെ നമ്മളെ കൂട്ടത്തിലുമുണ്ട്. നമ്മൾക്ക് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുടുംബക്കാരെന്ന് പറഞ്ഞുകൊണ്ട് 2-3 വിഭാഗങ്ങൾ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പരമ്പരയിൽ ഉണ്ടാവാം, പക്ഷെ ഒരാൾക്കും അപ്രമാദിത്വമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി എന്താ അടുത്തത്? ഇനി മക്കാ മുശ്രിക്കുകളുടെ യഥാർത്ഥ വിഷയത്തിലേക്കൊന്ന് വരട്ടെ. അത് മുജാഹിദുകളെ പേരിൽ കെട്ടിയേൽപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു, കേട്ടോളൂ. അതുപോലെ ഇവർക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു സംഗതിയാണ് എന്ത്? ദിക്ർ. ദിക്റിന് മക്കാ മുശ്രിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ തന്നെ അവർക്ക് കിബ്ര. ദിക്ർ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പിരാന്ത് പിടിക്കും. ആർക്ക്? മക്കാ മുശ്രിക്കിന്. ഇവർക്കും അങ്ങനെ തന്നെ. നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല, മയ്യിത്തുണ്ടാവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല, ദിക്റായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നവർക്ക് തീരെ ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു പച്ചക്കള്ളമായി പറയുന്നത്! കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അനശ്വരമായ മന്ത്രോച്ചാരണത്തിനെ ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായി പണിയെടുക്കുന്ന വിഭാഗമാണ് മുജാഹിദുകൾ, കേട്ടോ. എന്താ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോഴത്തേക്ക് വെറുപ്പാണ്. അതേ മക്കാ മുശ്രിക്കുകൾക്ക് വെറുപ്പായിരുന്നു. എന്തുകൊണ്ടാ? അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല, അള്ളാനെ മാത്രം വിളിച്ചാൽ മതി, പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈ മാത്രം പറഞ്ഞപ്പോ അവർക്ക് പ്രശ്നമായി. അതുകൊണ്ട് അവർ ചോദിച്ചു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ദൈവങ്ങളെ കൂടിയിട്ട് ഒന്നാക്കിയോ? ഇതൊരു വല്ലാത്ത അത്ഭുതമാണല്ലോ എന്നവർ ചോദിച്ചു. നിങ്ങൾ ചോദിക്കുന്ന അതേ ചോദ്യം. കാരെന്താ? ഇപ്പോഴതാ ഒരു വിഭാഗം പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആയത്തിൽ നിന്നോട് മാത്രമല്ലെങ്കിൽ നിനക്ക് മാത്രമെന്ന അർത്ഥമില്ല എന്നിടത്താണ് മുസ്ലിയാക്കന്മാരുള്ളത്. കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലേണ്ടയിടത്തൊക്കെ ചൊല്ലുന്നവരാണ് മുജാഹിദുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ റസൂലുള്ള പഠിപ്പിച്ചയിടത്തൊക്കെ ചൊല്ലും, ചൊല്ലിപ്പിക്കാൻ പറഞ്ഞിടത്തും അങ്ങനെയും ചെയ്യും. അതാ ഒരു മുസ്ലിം മരിക്കാൻ കിടക്കുകയാണ്, അവന്റെ അടുത്ത് ലഖ്നോ മൗതാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ മരണം ഹാദിറായവന്റെ അടുത്ത് മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞോളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മുജാഹിദുകൾ ചൊല്ലിക്കൊടുക്കുന്നവരാണ്. മാത്രമല്ല ഏതൊക്കെ സ്ഥലങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചുവോ അവിടെയെല്ലാം അത് ചൊല്ലുന്നവരാണ്. അതേ സമയത്ത് അള്ളാഹുവിനെ മാത്രമെന്ന് പറയുമ്പോൾ വെറുപ്പാർക്കാ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ, ആരുടെ അടുത്ത്? ഇത്തരം ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന് പറഞ്ഞാൽ ഇസ്മഅസ്സത്ത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ മുഖം ഇറുകി ചുളിയുന്നതാണ്. അതേസമയത്തോ വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാലോ പറയപ്പെട്ടാലോ വൈദാഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഈ മുജാഹിദിന്റെ സ്റ്റേജിൽ നിന്ന് മുഹീദ്ദീൻ ശൈഖിനോട് നമുക്ക് സഹായം തേടാമെന്ന് പറഞ്ഞു നോക്ക്, എന്തായിരിക്കും സന്തോഷം അവർക്ക്. അതേ സമയത്ത് മുഹീദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്യാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രം പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ എറിയും കല്ല്, അപ്പൊ പ്രശ്നം ഉണ്ടാക്കും. എന്താ കാര്യം? മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമാണത്. അള്ളാഹുവിനെ മാത്രമെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നേർച്ച വഴിപാടുകൾ ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ പങ്കുകാരെന്നവർ വിളിക്കുന്ന ആളുകൾക്കും അങ്ങനെ എല്ലാത്തിലും ഇവർക്ക് അള്ളാഹു അല്ലാത്തവർ വേണം. പിന്നെ ദിക്ർ നമ്മൾ ചൊല്ലൂലാന്നാ,
അത് നാട്ടുകാർ കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാ ദിക്ർ ചൊല്ലുന്നോന്ന്. ഞങ്ങളൊരു കാര്യം പറയാം, ഞാൻ തുറന്നു പറയാട്ടോ. നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാണ്, നമ്മൾ ചൊല്ലാൻ പഠിപ്പിക്കുന്നവരുമാണ്. പക്ഷേ ദിക്റിന്റെ പേരിൽ പൈസ അടിച്ചു മാറ്റൂല. അതാ വ്യത്യാസം. നിങ്ങൾ ദിക്ർ ഹൽക്കാന്ന് പറഞ്ഞിട്ട് പൈസ അടിക്കലാ പണി, ജനങ്ങളെ പോക്കറ്റ് അടിക്കലാ പണി. അപ്പരിപാടിക്ക് ഞങ്ങളെ കിട്ടൂല, ആ പണിക്ക് ഞങ്ങളില്ല. ഇനി നിങ്ങളെ ദിക്റുകളുടെ കോലെന്താ? ഇവരെ ദിക്റിന്റെ കോലെന്താ? ആ ദിക്റൊന്ന് കണ്ടോക്ക്, ഇവർ ചെല്ലുന്ന ദിക്റുകളുടെ കോലം. ഇത് തന്നെ മക്ക മുശ്രിക്കുടെ സ്വഭാവം. മക്ക മുശ്രിക്കൾക്ക് ആകെ ഡാൻസും പാട്ടും അറിയുന്നുള്ളൂ, ഒച്ചപ്പാടുണ്ടാക്കാൻ മാത്രം. കാരണം എന്താ? വമാകാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയാ. അവരുടെ ആരാധന അതാ ബൈത്തുൽ കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് ഇല്ലാ മുകാഅൻ വതസ്ദിയാ, മുട്ടും വിളിയും പാട്ടുമൊക്കെയാണ്. എന്താ എന്തൊക്കെയാ ദിക്ർ? അല്ലാഹു തീർച്ചയായും മുന്നിലിരിക്കുന്നവന് അള്ളാന്റെ പേര് പറഞ്ഞാൽ മൈക്കിന്റെ മുന്നിൽ അള്ളാന്റെ പേര് അല്ലാഹു അല്ലാഹു. ഈ ദിക്ർ ആരാ മോനെ പഠിപ്പിച്ചത് ഇങ്ങനെ ചൊല്ലാൻ? റസൂൽ പഠിപ്പിച്ച ദിക്റാണോ ഇത്? ഞങ്ങൾക്ക് ദിക്റിന് എതിരാണല്ലോ. പിന്നെന്താ അടുത്ത ദിക്ർ? ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്. നിങ്ങൾ ഇവിടുത്തെ പള്ളിയിലൊന്ന് നടത്തി നോക്ക്. ഇല്ലല്ലാന്ന് ഒച്ചപ്പാടും പോലുണ്ടാക്കി നടത്ത പിറ്റേന്ന് നമ്മുടെ നാട്ടിലെ ആ മുസ്ലിങ്ങളായ ആളുകൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പിന്നെ കടയിൽ വരുമ്പോൾ ചോദിക്കും, അല്ല അപ്പളെ നിങ്ങൾ ഇത്രയും കാലം അള്ള ഉണ്ട് എന്നല്ലേ പറഞ്ഞു? ഇന്നലെ ഇപ്പൊ പള്ളിയിൽ നിന്ന് കേട്ട് ഇല്ലല്ലാന്നാണല്ലോ കേട്ട്, നിങ്ങൾ മാറ്റിക്കണം മതം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ജാതി ദിക്റാണിത്? ഇല്ലല്ലോ ഇല്ലല്ലോ. പിന്നെ അടുത്തെന്താ? യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്റാഫീൽ യാ ഇസ്രായീൽ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റല്ലേ ഇത് അല്ലേ? എന്നിട്ട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെതിരാണ്, ഞങ്ങൾക്ക് ദിക്റില്ലാന്ന്. പിന്നത്തെ ദിക്റെന്താ? മറ്റവര് മാറിയിരിക്കും. ആര്? പെന്തക്കോസ്തുകാര് മാറിയിരിക്കും. എന്ത് ജാതി പാട്ട് ഒച്ചപ്പാടുമ്പോഴാണ്. ഏതാണത്? ഷാദുലി റാത്തീബിന്റെ ദിക്റാ കേട്ടത്. ലാസ്റ്റ് കണ്ട ചാട്ടവും പാട്ടും ഷാദുലി റാത്തീബിന്റെതാണ്. ഇവരെ കയ്യിൽ ചില സമയത്ത് ദഫ് ഉണ്ടാവലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കൂട്ടര് എനിക്കില്ലേലെന്താ എനിക്കുണ്ടേലെന്താ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും വെള്ളട്ടാക്കിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു ടീമിനെ കണ്ടിട്ടില്ലേ? അത് അവരുടെ മതാഘോഷം, അതവരുടെ മതാണ്. പക്ഷേ അതേ രൂപത്തിൽ അതാ മുസ്ലിമീങ്ങളിൽ ചങ്ങായി കൈയ്യട്ടുന്നുണ്ടായി നടക്കുക.
ആര്? ഖലീഫ, ഷാദുലി റാത്തീബിന്റെ ഖലീഫ കൈമുട്ടുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ ഖലീഫയൊക്കെ ഉള്ള സ്ഥലത്ത് ഓതി പഠിച്ചാൽ അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയണത്. റഹ്മാനിയ അറബി കോളേജിൽ, ആ തമിഴ്നാട് അതിരാമ്പട്ടണം റഹ്മാനിയ അറബി കോളേജിന് തൊട്ടടുത്ത് ഷാദുലി റാത്തീബിന്റെ ഒരു പർണശാലയുണ്ടായിരുന്നു. അവിടെ അടുത്ത ഖലീഫമാരുള്ളതാണ്. അവരങ്ങനെ പാട്ടുപാടും. ഇവരെ പാട്ടിന് സ്റ്റൈലുണ്ട്, ഒരു എക്കോ കെട്ടിട്ട പാടവര്. മനസ്സിലല്ലേ? ഒരു എക്കോ കെട്ടിട്ടാണ് എന്ത് ചെയ്യാ ഇവര് പാട്ട് പാടുക. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അതായത് ഒരാൾ തുടങ്ങുമ്പോ മറ്റാളും ഉണ്ടായിരിക്കും. അയാൾ തുടങ്ങി ഒരു അല്പം കഴിഞ്ഞാൽ അടുത്ത ആൾ അതേ വാക്ക് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയിൻ ബൈറ്റായിട്ട് ഇവർ നിൽക്കൽ, ഇങ്ങനെ പിടിച്ചിട്ടാ നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ടാ നിൽക്കുക, അങ്ങനെ പാടിപ്പോകും. മനസ്സിലായോ? ഇങ്ങനെ ഒരു പ്രത്യേക പാട്ടും ഡാൻസും ഒച്ചപ്പാടും ഒക്കെയാണ് ഇവരുടെ ദിക്ർ. കണ്ടോ? ഈ ദിക്ർ ചൊല്ലാൽ മുജാഹിദുകൾ വരില്ല കേട്ടോ. കാരണം ഇത് റസൂലുള്ള പഠിപ്പിച്ചതല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ പാട്ടും ഡാൻസുമാണത് ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദഫും കൊണ്ട് നടക്കുന്ന ഒരു ടീമുണ്ട്, അനങ്ങിയ ദഫ് മുട്ടുന്ന ടീം. എന്നിട്ട് നിങ്ങൾ എവിടെ കണ്ടാലും കാണാൻ ദഫ് ഉണ്ടാവും, ഫ്രണ്ടിൽ ദഫ്. ശരിക്ക് ഞാനിത് പരിശോധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പുരുഷന്മാരാരും ഇങ്ങനെ ദഫ് മുട്ടി നടക്കാറില്ല. വളരെ പ്രവാചകൻ അനുവദിച്ച ഒരു ഭാഗം പോലും ചെറുതായി ഒരു ഹദീസിലുള്ളത് പോലും എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഒരു പെരുന്നാളിന് പെൺകുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടിയിട്ട്, ചെറിയ പെൺകുട്ടി ജാരിയത്ത്, ചെറിയ പെൺകുട്ടികൾ ദഫെടുത്ത് ഇങ്ങനെ മുട്ടി പാടുമ്പോ സഹാബത്ത് എതിർക്കാണെന്ന് പറഞ്ഞു, വേണ്ട, അത് പെരുന്നാൾ ദിവസമല്ലേ ഒരു ചെയ്തോട്ടെ എന്ന് റസൂൽ റുഖ്സ കൊടുത്തു. അവർക്ക് മാത്രം. ഇസ്ലാമിൽ ഒരാൾക്കും അനുവദനമില്ല. അതേസമയത്ത് വലിയ മുട്ട മനുഷ്യന്മാരൊക്കെ പാടി മുട്ടിയിരുന്നു. എവിടെ? ഇരുന്ന് നെടിൽകളെ അറുകയും അത് ഭുജിക്കയും ഖംറ് കുടിക്കയും ഇടരാ ബജദശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹിക്ക് എതിരായി നിന്ന മക്കാ മുശ്രിക്കുകളതാ അവരുടെ ആഘോഷം ആടിത്തിമർത്ത് ദഫ് മുട്ടിയിട്ടായിരുന്നു കേട്ടോ. ആരാ പറഞ്ഞത്? മൊയിൻകുട്ടി വൈദ്യരതാ എഴുതി വെക്കാൻ. കണ്ടോ? ഇങ്ങനെ ഒച്ചപ്പാടും പാട്ടും ദഫും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നത് മുശ്രിക്കുകളുടെ സ്വഭാവമാ. ഇത് മുസ്ലിമീങ്ങളുടേതല്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അവർക്ക് വെറുപ്പാണ്. നിങ്ങൾക്ക് പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടി അതാ ശക്തമായ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിങ്ങൾ വികൃതവൽക്കരിച്ചാൽ അതിനോട് ഞങ്ങൾക്ക് വെറുപ്പുമാണ്. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹയോടല്ല, നിങ്ങളുടെ ആ പ്രവർത്തനത്തോട് ഞങ്ങൾക്ക് വെറുപ്പാണ്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അപ്പൊ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വെറുപ്പായിരുന്നു. ഇനി എന്താ അടുത്തതെന്താ? അദ്ദേഹം പറയുന്നു ലാത്തയെയും ഉസ്സയെയും വിളിക്കാൻ പാടില്ല. അതെന്തിനാ പറയുന്നറിയോ? നമ്മൾ അതിന്റെ ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളതൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടി ഉപ്പർ പറയുന്നത് കേട്ടുള്ളൂ. ലാത്തനെ ഉസ്സനെയൊന്നും വിളിക്കാൻ പറ്റൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ സംഗതിയാ. കാരണം മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. പിന്നെ ഇവർ നമ്മളെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി പല അടവുകളും സ്വീകരിക്കും. ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചത് ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കേണ്ടതുമില്ല കേട്ടോ. ലാത്തയെ ഉസ്സയെ വിളിക്കാൻ പാടില്ല. വിളിക്കാൻ എന്നുള്ളത് മക്കാ മുശ്രിക്കുകളുടെ പണിയാണ്. കേട്ടല്ലോ നിങ്ങള്? അത് നമ്മളെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതാ. ശരി, എന്നാൽ ലാത്തയെ വിളിക്കുന്നത് മക്കാ മുശ്രിക്കുകളുടെ പണിയാണെന്ന് പറയുമ്പോ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാള് മുജാഹിദുകളുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു ലാത്ത മഹാനാണെന്ന് കരുതിയിട്ട് വിളിക്കാം. കേട്ടോ? ലാത്ത ഒലിയുല്ലാഹി എന്ന കൗല് പ്രകാരം, ലാത്ത അള്ളാഹുവിന്റെ ഒലി എന്ന മഹാത്മാവെന്ന കൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല. കേട്ടോ? ഇപ്പൊ മക്കാ മുശ്രിക്കുകളുടെ പണിയെടുത്തത് ആരാ? മക്കാ മുശ്രിക്കുകളുടെ പണിയാണ് ലാത്തയെ വിളിക്കുക എന്നത്. നമ്മളങ്ങനെ വിളിക്കണില്ല എന്നൊരാൾ പറഞ്ഞു. മറ്റേ ആള് പറയുന്നു അല്ല, ലാത്ത മഹാനെന്ന് കരുതിയാൽ വിളിക്കാം. സുബ്ഹാനല്ലാഹ്.
ഈ ഉമ്മത്തിലേക്ക് ഇത്തരമൊരു സമ്പ്രദായം വരുമെന്ന്, ആ കാലഘട്ടത്തിലെ അന്ധവിശ്വാസം തിരിച്ചു വരുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറയുന്നു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ തുഅബദുൽ ലാത്ത് വൽ ഉസ്സാ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നതുവരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഇവിടെ ഇതാ ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുകയാണ് വീണ്ടും. എന്താ? ലാത്തയെ വിളിച്ചു പ്രാർത്ഥിക്കാം മഹാനെന്ന് കരുതിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ തുടക്കത്തിൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആക്രമിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് ലാത്തയെ വിളിക്കാത്തതിന്റെ പേരിലായിരുന്നു. അവര് വന്ന് കിങ്കരന്മാര് വന്ന് കുത്തി മുറിവേൽപ്പിച്ചു. വിളിക്കടി, ലാത്തയൊന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വിളിക്കൂല, ഞാൻ ഉപേക്ഷിച്ചതാണ്. അവസാനം എന്ത് ചെയ്തു? കുന്തം കൊണ്ട് അവരുടെ ജനനേന്ദ്രിയത്തിൽ കുത്തിയിറക്കി. നട്ടെല്ലു തകർത്ത് കുന്തം ഭൂമിയിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ ആ കുന്തത്തിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ധീരവൃത്തി വരിക്കുന്നു സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഈ ലോകത്ത് ഇസ്ലാമിന് വേണ്ടി, അതെ, ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച സുമയ്യ റളിയല്ലാഹു അൻഹാ ലാത്തയെ വിളിക്കാത്തതിന്റെ പേരിലായിരുന്നു മുസ്ലിയാക്കന്മാരെ. നിങ്ങൾ കൊണ്ടുവരുന്ന ജഹാലത്തുണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവരുന്ന അന്ധവിശ്വാസമുണ്ടല്ലോ, അതതാ ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ അന്ധവിശ്വാസമാണ്. അത് നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്തിന്റെ പേരിൽ? മഹാനാണെന്ന മിനുസപ്പൊതിയിട്ടുകൊണ്ട് വിളിക്കാമെന്ന രൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ദീന് അത് ഇസ്ലാമല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല, പരിശുദ്ധ ഖുർആൻ ആശയമല്ല, താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ പഠിപ്പിച്ചതല്ല, ഇമാമുമാര് പഠിപ്പിച്ചതല്ല. മറിച്ച് മുശ്രിക്കുകളുടെ വിശ്വാസത്തെ ഇസ്ലാമിന്റെ ലേബലിൽ നിങ്ങളതാ പ്രവർത്തിക്കാൻ ഫത്വ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയോ അപ്പൊ അതിലും മുജാഹിദുകൾക്ക് അതുമായിട്ട് ബന്ധമില്ല, നിങ്ങൾ തന്നെയാണ് അതിന്റെ ആളുകൾ. അപ്പൊ അക്കാലഘട്ടത്തിലുള്ള ജഹാലത്ത് അന്ധവിശ്വാസം അങ്ങനെ തന്നെ നിങ്ങൾ നിലനിൽക്കുന്നു. ഇനി അടുത്തതുണ്ടോ? ആരോടും തേടാം. എന്താ? ഒറ്റ കാര്യമുള്ളൂ, ഇലാഹാണെന്ന് കരുതരുത്. ഇലാഹാണെന്ന് കരുതിയിട്ടില്ലെങ്കിൽ ആരോടും തേടാം. കേട്ടുള്ളൂ. അടുത്തത്, ദൈവമാണെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചാൽ, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത് നബിയാണെന്ന് വിശ്വസിച്ചിട്ടല്ല. യാ നബി അല്ലാഹി ഈസാ എന്ന് ഒറ്റ ക്രിസ്ത്യാനി വിളിക്കുന്നില്ല. പിന്നെ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവാവതാരം, ഇനി വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചാൽ, ഉസൈറിനെ വിളിച്ചാൽ ലാ യസ്മഊ, നിങ്ങളെ വിളി അവർ കേൾക്കൂല. കാരണം വിളി കേൾപ്പിക്കേണ്ടവൻ അല്ല കേൾപ്പിക്കൂല. കാരണം നിങ്ങൾ കുരുത്തകട ചെയ്തത്. ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടാ വിളിച്ചത്. അപ്പൊ എന്താ ആകത്തുക? ഇലാഹാണെന്ന് കരുതി വിളിച്ചാൽ കേൾക്കൂല, അല്ല കേൾപ്പിക്കൂല, ഉത്തരം നൽകിക്കൂല. ഇലാഹാണെന്ന് കരുതാതെ വിളിച്ചാലോ അത് റെഡിയാണ്, അത് ഇസ്ലാം അനുവദിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശുദ്ധ കളവാണത്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയെ, ഏതൊരു വസ്തുവിനെ ആവട്ടെ, ഇലാഹാണെന്ന് കരുതാതെ തന്നെ അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഗുണം അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരു തിന്മ തടുക്കുക എന്നത് അതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് ശുദ്ധ ശിർക്ക് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്താരെങ്കിലും അള്ളാഹു അല്ലാതെ എല്ലാത്തിനും കഴിവുള്ള ഇലാഹുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടോ ലോകത്താരെങ്കിലും? അതൊന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങോട്ട് വരാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഹിന്ദു പണ്ഡിതനുണ്ട്. അദ്ദേഹം ചാനലിൽ നടത്തിയൊരു വർത്തമാനമുണ്ട്. ഈ കേരളത്തിലുള്ള, ലോകത്തിൽ എവിടെ ഹിന്ദുക്കളുണ്ടോ അവരെല്ലാം വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തിന് ഒരൊറ്റ നാഥനേയുള്ളൂ, ഇലാഹായി പറയപ്പെടാൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അർഹനായ ഒരൊറ്റയാളും. കേട്ടോളൂ അദ്ദേഹം പറയുന്ന വാചകം. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. അജം എന്നതിന് അനാദി എന്നും വർത്തമാനകാലത്ത് നിലനിൽക്കുന്നതെന്നും മാറ്റമില്ലാതെ ലോകം അവസാനിച്ചാലും വീണ്ടും നിലനിൽക്കുന്നത് എന്നുമാണ് അർത്ഥം. ഏതേതെല്ലാം തരത്തിലുള്ള മൂല്യസങ്കല്പങ്ങളുണ്ടോ, വസ്തുസങ്കല്പങ്ങളുണ്ടോ, പദാർത്ഥ സങ്കല്പങ്ങളുണ്ടോ, ദ്രവ്യസങ്കല്പങ്ങളുണ്ടോ, ലോകസങ്കല്പങ്ങളുണ്ടോ, മറ്റ് ബ്രഹ്മാണ്ഡ സങ്കല്പങ്ങളുണ്ടോ, ഈ സങ്കല്പങ്ങൾക്കൊന്നിനും ചെന്നെത്താൻ വയ്യാത്ത വിധത്തിൽ അതീതമായി നിൽക്കുന്ന ഒന്ന്, അതാണ് പരം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അജം
എന്നതിന് ജനിക്കാത്തതാണെന്നുള്ള അതിൻ്റെ വാച്യമായ അർത്ഥത്തിന് പുറമെ അത് പരമാണ്, ഒന്നിനും വിധേയമല്ലാത്ത, എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന സർവോത്കൃഷ്ടമായ, സർവതോഭദ്രമായ, വിനാശരഹിതമായ, പരിണാമരഹിതമായ, നിത്യമായ, ശാശ്വതമായ, ചിരംതനമായ ഒരു സവിശേഷ ചൈതന്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് അജമെന്നും അവ്യയമെന്നും അടുത്തടുത്ത് പ്രയോഗിച്ചത്. അല്ലെങ്കിൽ അജം എന്ന് മാത്രം പ്രയോഗിച്ചാൽ ഈ അർത്ഥം കിട്ടേണ്ടതാണ്. ആ അർത്ഥത്തെ സംബന്ധിച്ച് തർക്കം വരാവുന്നത് കൊണ്ടാണ് അജം എന്ന് പറഞ്ഞു നിർത്താതെ അജം അവ്യയം. അപ്പോൾ സർവോത്കൃഷ്ടമാണ്, പരമാണ്, എല്ലാത്തിനും അതീതമാണ്, ജനിക്കാത്തതും അതുകൊണ്ട് തന്നെ മാറ്റമില്ലാത്തതും അതുകൊണ്ട് തന്നെ മരിക്കാത്തതും നാശമില്ലാത്തതുമാണ്. അപ്പോൾ ജരാ മരണക്ഷയ വിനിർമുക്തമായി നിൽക്കുന്ന ഞാൻ, ആ എന്നെ, ആ എൻ്റെ പ്രത്യക്ഷതയെ, എൻ്റെ സത്യത്തെ, എൻ്റെ പ്രകാശത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതാളുകൾക്ക്? ഈ പല ദേവതമാരെയും ഉപാസിക്കുന്ന മായാമുഗ്ധന്മാരായ ആളുകൾക്ക് കാണുന്നില്ല എന്നതുകൊണ്ട് അവരുടെ ഹൃദയാവസ്ഥയെ, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിവരം ശേഖരിക്കാനുള്ള കഴിവിനെ, വൈദഗ്ധ്യത്തെയാണ് മൗഢ്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? അപ്പോ ഈ നിലക്ക് എല്ലാത്തിനേക്കാളും ഉപരിയായ, അനാദിയായ, ജനിക്കാത്ത, മരിക്കാത്ത, എന്നും നിലനിൽക്കുന്ന ആ പ്രപഞ്ചനാഥനെ, ആ നാഥനെ മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. മറ്റ് ദേവതകളെ ആരാധിക്കുന്ന ആളുകൾ, ആ ആളുകളെയാണ് മൂഢന്മാരെന്നാണ് പ്രയോഗിച്ചെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ പോലും അള്ളാഹുവിനോട് തുല്യമായിട്ട് എല്ലാ നിലക്കും ഒരു ഇലാഹുണ്ടെന്ന് ലോകത്ത് ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശരിക്കൊന്ന് ആലോചിക്കണേ. അള്ളാഹു അല്ലാത്തൊരാളെ കുറിച്ച് ഇലാഹാണെന്ന് കരുതിയിട്ട് പ്രാർത്ഥിച്ചാല് തെറ്റാകൂ എന്ന വാദം മൗഢ്യമാണ്. കാരണം എന്താ? ഒരു ആളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഞാൻ ഇലാഹാണെന്ന് കരുതിയാൽ അപ്പോൾ തന്നെ ശിർക്ക് വന്നു പോയി കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കണ്ട, പിന്നെ ചോദിക്കണ്ട. ഞാനൊരു വസ്തുവിനെ കുറിച്ച് ഇലാഹാണെന്ന് കരുതിയാ മതി. ഇലാഹാണെന്ന് കരുതുന്നോട് കൂടി അയാൾ ഇസ്ലാം എന്ന് ഔട്ടായി പോയി. നിങ്ങൾക്കറിയുമോ ഇലാഹാക്കിയാലേ കുറ്റം വരുമോ? അതാ ദാത്ത് അൻവാത്തിന്റെ ചരിത്രമുണ്ട്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്വഹാബിവര്യന്മാരുമായി അതാ യുദ്ധത്തിന് പോകുന്ന റസൂലുള്ളാഹ് ആ സമയത്ത് അതാ മുശ്രിക്കുകൾ ഒരു മരം അതാ നിശ്ചയിച്ചു വെച്ചു. അതിൽ വാള് തൂക്കിയിട്ട് കൊണ്ട് ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് കണ്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അതുപോലൊരു മരം ഞങ്ങൾക്കും ഒന്ന് നിശ്ചയിച്ചു തരണേ. ഇജഅല്ലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, അവർക്ക് ദാത്ത് അൻവാത്ത് എന്ന മരമുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണേ. റസൂൽ എന്താ പറഞ്ഞേ? ശരി, ബർക്കത്തെടുക്കാനല്ലേ, പിടിച്ചോളൂ മരം, ഇലാഹാക്കരുത് എന്നല്ലേ റസൂൽ പറയേണ്ട. മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെയാണെങ്കിൽ റസൂലുള്ള എന്താ പറഞ്ഞത്? പറ്റൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ പറഞ്ഞ വാചകം ഏതാണെന്നറിയോ? മൂസ നബിയുടെ ഖൗം പറഞ്ഞതുപോലെ ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹാ. മൂസ, അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചതാന്ന് പറഞ്ഞത് തുല്യമാണത്. അപ്പൊ ദൈവമാണെന്ന് വിചാരിക്കണ്ട, ദൈവമാക്കുകയും വേണ്ട. അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വസ്തുവിനോട് പ്രതീക്ഷിച്ചാൽ അതോടെ അതിന് ഇലാഹാക്കലായി കഴിഞ്ഞു, പുറത്തു പോയി എന്നാ ഇസ്ലാമിന്റെ നിയമം. ഓ മുസ്ലിമീങ്ങളെ, ഇതൊക്കെ ഉസ്താദുമാർ എന്തിനാ പറഞ്ഞു വെച്ചത്? എന്തിനേയും ആരാധിക്കാനുള്ള ലൈസൻസ് കൊടുക്കാനാ. അതുകൊണ്ട് മുസ്ലിം സമുദായം എവിടെ എത്തിയെന്നറിയോ? മുസ്ലിം സമുദായം മഹാന്മാരെ മാത്രമല്ല ഇപ്പൊ ആരാധിക്കുന്നത്, കല്ലുകളെയും മരത്തെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി. കണ്ടോളൂ, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അതാ പുത്തിരിപ്പാടത്ത് വളർന്നു നിൽക്കുന്ന ഒരു മരം, ആ മരത്തെ ചുറ്റിക്കയറിയിരിക്കുന്ന വള്ളി, ആ വള്ളിയുടെ മുന്നിലതാ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി മുസ്ലിയാക്കന്മാർ കണ്ടോ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എവിടെ പോയിട്ട് മുസ്ലിം സഹോദരിമാർ ആ വള്ളിയിലതാ
കൊണ്ടുപോയി തൊട്ടില് കെട്ടുന്നു. എന്തിന്? ആ തൊട്ടില് കെട്ടിയാൽ തങ്ങൾക്ക് കുട്ടിയുണ്ടാകുമെന്ന വിശ്വാസമാണ്. നാഥനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ കേവലം ഒരു മരത്തിന്റെ മുന്നിൽ പോയി മുസ്ലിം സമുദായമാമോനെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളെ തച്ചു തകർത്ത് തരിപ്പണമാക്കിയിട്ട് മരത്തിന്റെ അടുത്ത് വരെയും പോകുന്നു. റസൂലുള്ള സ്വഹാബത്തിനെ വിലക്കിയ ദാത്ത് അൻവാത്ത് എന്ന മരമോർമ്മയുണ്ടോ? ഇതാ മുസ്ലിമീങ്ങൾ അങ്ങോട്ടെത്തുകയാണ്. അതേ മുശ്രിക്കുകൾ കാണിച്ച ശിർക്കൻ സമ്പ്രദായങ്ങൾ ഈ നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളിലേക്കും കടന്നു വരികയാണ്. ഇനി കഴിഞ്ഞോ? അടുത്ത നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്ലിനെയും ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതാ നാട്ടുകല്ലിൽ നാട്ടിവെച്ചിരിക്കുന്ന ഒരു ശിലയുടെ മുന്നിലാണ് മുസ്ലിം സമുദായം തങ്ങളുടെ പ്രയാസങ്ങൾ അർപ്പിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്. ആ കല്ലിനെ കെട്ടി ഭദ്രമാക്കി നിർത്തിയിട്ട് അതിന്റെ മുന്നിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് അവിടെ അതാ പ്രത്യേകമായ ആരാധനകൾ നടത്തുന്നു. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, അവിടെ പോയി വഴിപാട് നേർച്ചയാക്കുന്നു, അവിടെ ചെന്നിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. ഇവിടെ ഇതാ പ്രശ്നം എന്താ? ശിലയുടെ മുന്നിൽ പോയി ചെയ്താലും കുഴപ്പമില്ല, മരത്തിന്റെ മുന്നിൽ പോയി ചെയ്താലും കുഴപ്പമില്ല, ഇലാഹാണെന്ന് കരുതാതിരുന്നാൽ മതി. അങ്ങനെ കരുതിയാലേ തെറ്റുള്ളൂ എന്ന് പറയുന്നിടത്തേക്ക് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് മാറുകയാണ്. മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു ദൈവങ്ങളും അതിൽ പങ്കില്ല എന്ന് വിശ്വസിച്ച ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. എന്നാലോ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു കൊടുക്കുന്ന ആശയത്തിൽ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, പക്ഷേ ഇലാഹാണെന്ന് കരുതാതിരുന്നാൽ മതിയെന്ന വിശ്വാസം. അതുകൊണ്ടെന്തായി? എല്ലായിടത്തും ആള് തിക്ക് നിൽക്കുമല്ലേ. അടുത്ത കണ്ടോ, ഭീമാപ്പള്ളിയിൽ ഇടിയുമ്പോഴും സ്ത്രീകളും ആ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ അടിയുമ്പോഴും ഒക്കെയാണ് എന്തിന്? കിട്ടുന്ന ചീരണിക്ക് വേണ്ടി. കണ്ടോ പെട്ടെന്ന്. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുന്നുണ്ടോ? ചാട്ടവും ബഹളവും ഒക്കെ എന്തിന്റെ പേരിലാണ്? നേർച്ചയുടെ പേരിൽ. അപ്പുറത്ത് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ നടത്തുന്ന പൂരമഹോത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും പോലെ മുസ്ലിം സഹോദരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളതാ ജാറം കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂരമഹോത്സവത്തിൽ കാണുന്ന തിക്കും തിരക്കും ഇല്ല. ഇവിടെ ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല. ആടും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് കിട്ടുന്ന ഒരു പഴത്തിനു വേണ്ടി ഇടിയും കടിയും കൂടുന്ന ഏർപ്പാട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മതത്തിലില്ലാത്ത ആശയങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഒത്താശ പാടുന്ന മുസ്ലിയാക്കന്മാർ. അതോടുകൂടി സമുദായം അനുവർത്തിക്കേണ്ടുന്ന ആശയങ്ങൾ തകർക്കപ്പെടുകയാണ്. ജാരങ്ങളുടെ മുന്നിൽ ഈ കാണുന്ന കോപ്രായങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടുന്നത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന ഗുണവും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന പ്രയാസം തടുക്കുക എന്നതും അതെല്ലാം ജാറത്തിന്റെ മുന്നിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജാറത്തിലെ ശൈഖിനോട് ചോദിക്കാനും അവിടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാവാനും മുസ്ലിം പെണ്ണുങ്ങൾ വരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ച മുസ്ലിങ്ങളെ ദുഃഖത്തോടെയല്ല നമുക്ക് കാണാൻ കഴിയുമോ? ഇത് എതിർത്തതിന്റെ പേരിലാണോ മുജാഹിദുകൾ പ്രശ്നമുണ്ടാക്കുന്നവരാണെന്ന് നിങ്ങൾ പറയുന്നത്? ഇത്തരം കോപ്രായങ്ങൾ എതിർത്തതിന്റെ പേരിലാണോ ഞങ്ങൾ മതത്തിലില്ലാത്തത് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞത്? നോക്കൂ, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നുകൊണ്ടുള്ള സ്വഭാവം ഇസ്ലാമിക ആശയത്തിൽപ്പെട്ടതല്ല. ശരിക്കറിയണം, ഇത് അള്ളാഹുവിന്റെ മതം. ആ മതത്തെ തകർത്തു തരിപ്പണമാക്കുന്നു. ഇനിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേറൊരു സ്ഥലമുണ്ട്. അവിടെ അതാ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒരുമിച്ചാണ് പരിപാടി. ഇത് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന എല്ലാവരും പലപ്പോഴും മുജാഹിദുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഈ വിഷയം. മമ്പുറം ജാറത്തിലും മുട്ടുച്ചിറ ജാറത്തിലും രണ്ടിടത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അവിടെ അതാ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറിയപ്പോൾ
അവിടേക്കതാ കടന്നു വരുന്നു. തെയ്യവും പാട്ടും പൂരവുമൊക്കെ പള്ളികളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. പരിപാവനമായ പള്ളികൾ ഖുർആൻ പാരായണം കൊണ്ടും ദിക്ർ കൊണ്ടും തസ്ബീഹ് കൊണ്ടും നമസ്കാരം കൊണ്ടും അങ്ങനെയാണ് പരിപോഷിപ്പിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മാറിയിട്ട് മറ്റു പലതും ചേക്കേറപ്പെടുകയാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത സ്ഥലത്ത് പള്ളിയിൽ അതാ ഖുത്ബ നടക്കുന്ന സമയത്ത് പോലും പുറത്ത് കാണുന്ന പൂരത്തിനും ഉത്സവങ്ങൾക്കും വേണ്ടിയിട്ട് ഖതീബിന്റെ ഭാഗം ശ്രദ്ധിക്കാതെ ഖുത്ബ നടക്കുന്ന പള്ളിയിൽ കള്ളൂടിയന്മാർ കയറിയിറങ്ങുന്ന ഏർപ്പാട് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജുമുഅ ദിവസത്തിൽ അതാ മുസ്ലിമീങ്ങൾ അവരുടെ വ്യവഹാരങ്ങൾ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഖുത്ബ കേൾക്കുമ്പോൾ ആ ഖുത്ബ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ പള്ളിയിൽ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ മറന്നുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് കാണുന്ന തെയ്യത്തിന്റെ പിന്നാലെ ആ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഖതീബിനെ വിസ്മരിക്കുന്ന ഏർപ്പാട് വരെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ജാറത്തിന്റെ ഉത്സവത്തിന്റെ പേരിലും മറ്റു പലതിന്റെ പേരിലുമൊക്കെ സമുദായത്തിൽ കടന്നു വരുന്ന കാഴ്ച എത്ര ഗുരുതരമാണ് മുസ്ലിമീങ്ങളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതല്ലേ നമ്മൾ പറഞ്ഞത്, പഴയ കാലത്തെ സമുദായത്തിന്റെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നൂറ്റാണ്ടിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവസ്ഥ. ഇനിയോ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ഞാനൊന്ന് കാണിക്കുകയാണ്. ഇപ്പോ പണ്ഡിതന്മാരെവിടെ എത്തി? ഖബറ് മുത്തുന്നതുവരെ, ഖബറിന് സുജൂദ് ചെയ്യുന്നത് വരെ പണ്ഡിതന്മാരെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഭാഗം മാത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഖബറിനെ മുത്തുന്നു, അവിടെ സുജൂദ് പോകുന്നു. ചെറിയ ആളുകളല്ല, സാധാരണക്കാരല്ല, വലിയ വലിയ ആലിമീങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഖബറിന് സുജൂദ് ചെയ്യുന്നിടത്തേക്ക് വരെ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് എത്ര ദാരുണമായ അവസ്ഥയാണ്. അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടികളുടെയും മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നും ഞാനൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, അതേ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞ ആശയം ഇതാ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്തൊരു ദാരുണമായ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ മഹാന്മാരെയൊക്കെ ബഹുമാനിച്ച് ഖബറ് കെട്ടിപ്പൊക്കി അതിന്റെ മുന്നിൽ പോയി അതിനെ തൊട്ടു വണങ്ങി നിൽക്കണമെന്ന് മഹാന്മാർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്ത്? ഇല്ലേ ഇല്ല. അതുകൂടി കേട്ടോളൂ, ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചുരുക്കുകയാണ്. അതൊന്നുകൂടി നിങ്ങൾ കേട്ടു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേട്ടോളൂ, മനസ്സിലാക്കണം. മഹാത്മാക്കൾ ആരും തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഖബറിനെ നിങ്ങൾ തൊട്ടുമുട്ടിക്കോളൂ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിച്ചോളൂ, എന്റെ ഖബറിനെ നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞാൻ നിങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മഹാത്മാക്കൾ ആരും പറഞ്ഞിട്ടില്ല. കേട്ടോ? അപ്പൊ ഖബർ ബഹുമാനിച്ചാൽ, അതിനെ തൊട്ടുമുത്തിയാൽ, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാമെന്നൊരൊറ്റ മഹാനും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഏത് പിശാചാ നിങ്ങൾക്ക് വഹീ എന്നുള്ളത്? ഏത് പിശാചാണ് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്ദരമായ ആശയത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അടർത്തിക്കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ. ചില ആളുകളൊക്കെ ചില സമയത്തൊക്കെ സത്യമങ്ങ് തുറന്നു പറഞ്ഞു പോകുന്നു. ചില ആളുകളതാ ഇല്ലാത്ത ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചാനൽ കയറി മനസ്സിലെന്നും മഫാസുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തരികിട നമ്പരുമായി കടന്നു വരുന്നു. സ്പോൺസേർഡ് പ്രോഗ്രാമുകൾ പോലെ പ്രത്യേകമായി ചിട്ടവട്ടങ്ങൾ ഒൽപ്പിച്ചുകൊണ്ട് അതാ കത്തുകൾ വാങ്ങിയിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയാണ്. അതാ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങളെ സമുദായത്തിന്റെ നെഞ്ചകത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഇതൊക്കെ അംഗീകരിച്ചെങ്കിലേ മുസ്ലിമാകൂ എന്ന നിലക്ക് സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ പുരോഗമന കാലഘട്ടത്തിലും അതാ ഈ മാറിയ സാഹചര്യത്തിലും അതാ അത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മുസ്ലിമീങ്ങളെ ശരിക്കും ഉണർന്ന് ചിന്തിച്ചോളൂ. കാരണം ഈ ദുനിയാവ് വളരെ ചെറുതാണ്. ഏതു നിമിഷമാണ് മരണം കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
മരണമിങ്ങ് കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ നമ്മുടെ നാവ് വഴങ്ങണമെങ്കിൽ, നമ്മുടെ ശരീരം അതിനനുകൂലമാകണമെങ്കിൽ ജീവിതത്തിലുടനീളം അത് പാലിക്കണ്ടേ മുസ്ലിമേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പഠിപ്പിക്കാത്ത ആശയങ്ങളിലൂടെ സമുദായം സഞ്ചരിക്കുകയാണ്. ആ സമുദായത്തിന് ഒത്താശ പാടിക്കൊടുക്കുന്നു. അത് തിരുത്തേണ്ടുന്ന പണ്ഡിതന്മാർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ തങ്ങളുടെ പോക്കറ്റ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, ഭൗതിക നേട്ടം മാത്രം കാര്യലാഭമാക്കിക്കൊണ്ട്, അതാ പള്ളികളിലെ ഖാദിമാരും ഖതീബുമാരും എന്ന് പറയുന്ന ആളുകൾ പോലും സമുദായത്തിന് നേർവഴി കാട്ടേണ്ടതിന് പകരം സമുദായത്തിന്റെ പോക്കറ്റ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത ആശയങ്ങളതാ സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. റാത്തീബുകൾ എന്ന പേരിൽ, മൗലിദുകൾ എന്ന പേരിൽ, ദിക്ർ ഹൽഖകൾ എന്ന പേരിൽ, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ ഇല്ലാത്ത പലതരത്തിലുള്ള പുത്തനാശയങ്ങളും സമുദായത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണം, ഇതെന്തിനാ? ഭൗതിക ലോകത്ത് എന്തെങ്കിലും കാര്യലാഭം കിട്ടാനല്ല, പരലോകത്ത് റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടണമെന്നൊരൊറ്റ ആഗ്രഹമാണ് കേട്ടോ. ഹൗദുൽ കൗസർ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കോരി കുടിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ഇല്ലെങ്കിലോ സുഹഖൻ സുഹഖാ, പോടോ ദൂരെ പോടോ, ലിമൻ ബദ്ദല ബഅദീ, ഞാൻ വഫാത്തായതിനു ശേഷം ഞാൻ കൊണ്ടുവന്ന ആശയത്തിൽ പുതുനിർമ്മിതങ്ങൾ കടത്തിക്കൂട്ടിയവരെ ദൂരെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മുഅ്മിനീങ്ങളെ എത്ര പരിതാപകരമാണ് ആ അവസ്ഥ. അതുകൊണ്ടല്ലേ സത്യം മനസ്സിലാക്കിയ മുജാഹിദുകൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, എന്തൊക്കെ പ്രയാസങ്ങൾ ഏൽപ്പിച്ചിട്ടും, എന്തൊക്കെ വിഷമസന്ധികൾ ഉണ്ടാക്കിയിട്ടും അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്കിത് ഉപദേശിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ഖബറടക്കൂല എന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ പെൺകുട്ടികളെ കെട്ടിച്ചു തരൂല എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പലതുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതാ ഫിർഔനിനോട് ജാലവിദ്യക്കാര് മൂസാ നബിയിൽ വിശ്വസിച്ചപ്പോ ഫിർഔനവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോ അതാ ജാലവിദ്യക്കാര് പറഞ്ഞൊരു വാചകമുണ്ട്, ഓ ഫിർഔനെ, നിനക്ക് വിധിക്കാവുന്നതെല്ലാം വിധിച്ചോളൂ. ഇന്നമാ തഖ്ലീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഐഹിക ലോകത്ത് മാത്രമാണ് നിനക്ക് വിധിക്കാൻ കഴിയുക. പരലോകത്തെ കാര്യം പടച്ചവന്റെ കയ്യിലാണ്. അവിടെ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമേ ഉള്ളൂ. ഓ മുഅ്മിനീങ്ങളെ, ഇവിടെയല്ല വേറൊരിടത്ത് ഖബറടക്കിയാൽ എന്ത് നഷ്ടപ്പെടാനാണുള്ളത്? ഇവിടുന്ന് കെട്ടിച്ചു കൊടുത്തില്ല വേറൊരിടത്തുനിന്നാണ് കെട്ടിക്കുന്നതെങ്കിൽ എന്ത് നഷ്ടമാണുള്ളത്? എവിടെയാണ് മരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിന്റെ ഒക്കെ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ആശയത്തെ പുൽകാൻ, ഈ ആദർശത്തെ മനസ്സിലാക്കാൻ, ഇതിന്റെ പ്രബോധനത്തിന് രംഗത്ത് വരാൻ മടിച്ചു നിൽക്കുന്നതെങ്കിൽ ഓർക്കണേ, ചുരുങ്ങിയ നിമിഷാർദ്ധം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ശാശ്വതമായ പരലോകത്തിന്റെ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിച്ച് പഠിച്ച് പാഠം ഉൾക്കൊള്ളുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.